ಸ್ಟೂಡೆಂಟ್ಸ್ ಇಸ್ಲಾಮಿಕ್ ಆರ್ಗನೈಸೇಷನ್ ಹಾಗೂ ಸೋಲಿಡಾರಿಟಿ ಯೂತ್ ಮೂವ್ಮೆಂಟ್ ದಕ್ಷಿಣ ಕನ್ನಡ ವಿಭಾಗವು ಇತ್ತೀಚೆಗೆ ಧರ್ಮದ ಆಧಾರದಲ್ಲಿ ಕೇರಳದ ಅಶ್ರಫ್ ಮತ್ತು ಕರ್ನಾಟಕದ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಎಂಬವರ ಹತ್ಯೆಯ ಪ್ರಕರಣಗಳಲ್ಲಿ ಶೀಘ್ರ ನ್ಯಾಯ ಒದಗಿಸಬೇಕೆಂಬ ಕೋರಿಕೆಯೊಂದಿಗೆ ಕ್ಲಾಕ್ ಟವರ್ ಬಳಿ ಶಾಂತಿಯುತ ಪ್ರತಿಭಟನೆ ನಡೆಯಿತು. ಧರ್ಮದ ಹೆಸರಿನಲ್ಲಿ ನಡೆಯುತ್ತಿರುವ ಹಿಂಸಾಚಾರದ ವಿರುದ್ಧ ರಾಜ್ಯ ಸರ್ಕಾರವು ಸ್ಪಷ್ಟ ಮತ್ತು ಕಟ್ಟುನಿಟ್ಟಾದ ಕ್ರಮ ಕೈಗೊಳ್ಳಬೇಕೆಂದು ಪ್ರತಿಭಟಕರು ಈ ಸಂದರ್ಭದಲ್ಲಿ ಆಗ್ರಹಿಸಿದರು. ಕಾರ್ಯಕ್ರಮದ ಆರಂಭದಲ್ಲಿ ಸೋಲಿಡಾರಿಟಿ ಮೂವ್ಮೆಂಟ್ ಕೇರಳ ರಾಜ್ಯಾಧ್ಯಕ್ಷ ತೌಫಿಕ್ ಮಂಬಾಡ್ ಅವರು ಅಶ್ರಫ್ ಅವರ ಗುಂಪು ಹತ್ಯೆಯ ಬಗ್ಗೆ ಸವಿವರವಾಗಿ ಮಾತನಾಡಿ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಅವರ ಹತ್ಯೆಯ ಕುರಿತು ಧ್ವನಿಗೂಡಿಸಿದ್ರು. ಅವರು ಕೇರಳ ಮತ್ತು ಕರ್ನಾಟಕದ ಜನತೆ ಒಂದಾಗಿ ಇಂತಹ ಹಿಂಸೆಯ ವಿರುದ್ಧ ಎದ್ದು ನಿಲ್ಲಬೇಕೆಂದು ತಿಳಿಸಿದ್ದಾರೆ. ಪ್ರತಿಭಟನೆಯ ಕೊನೆಯಲ್ಲಿ ಕರ್ನಾಟಕ ರಾಜ್ಯ ಕಾರ್ಯದರ್ಶಿ ಆಸಿಫ್ ಡಿಕೆ ಅವರು ರಾಜ್ಯ ಸರ್ಕಾರವು ಸಮುದಾಯಗಳ ನಡುವೆ ಶಾಂತಿಯನ್ನ ಕಾಪಾಡುವಲ್ಲಿ ವಿಫಲವಾಗಿದೆ ಎಂದು ಟೀಕಿಸಿದರು. ಅವರು ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಅವರ ಪತ್ನಿಗೆ ಸರ್ಕಾರಿ ಉದ್ಯೋಗ ನೀಡಬೇಕೆಂದು ಒತ್ತಾಯಿಸಿದರು ಮತ್ತು 50 ಲಕ್ಷ ಪರಿಹಾರದ ಕೂಗು ಪುನರಾವರ್ತಿಸಿದ್ದಾರೆ. മംഗലാപുരത്ത് കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ രണ്ടുപേരാണ്. ഒന്ന് മലയാളിയായ അഷ്റഫും മറ്റൊന്ന് അബ്ദുറഹ്മാനും. രണ്ടും മുസ്ലിം യുവാക്കളാണ്. ഈ മുസ്ലിം യുവാക്കളെ ഇവിടുത്തെ RSS സംഘപരിവാർ ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തി അവർ കൊല്ലപ്പെട്ടു. അതിന് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, അവർക്ക് അർഹിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് മാത്രമല്ല, ഇതിന് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ RSSൻ്റെ നേതാക്കൾ അത്തരം കേസുകൾ അത് നടക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മംഗലാപുരം ടൗണിൽ SIO സോളിഡാരിറ്റി ദക്ഷിണ കന്നഡ ലീഡേഴ്സ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ നേരത്തെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കേട്ടിരുന്ന ആൾക്കൂട്ടങ്ങൾ ക്രൂരമായി മർദ്ദിച്ച് പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളെ, പിന്നോക്ക വിഭാഗങ്ങളായ ദലിത് ക്രിസ്ത്യൻ വിഭാഗങ്ങളെയൊക്കെ ക്രൂരമായ മർദ്ദനത്തിന് ഇവർ RSSൻ്റെ ബജ്രംഗ് ദൾ പ്രവർത്തകർ, സംഘപരിവാറിൻ്റെ ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പശുക്കടത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ ബീഫ് ഭക്ഷിച്ചതിൻ്റെ പേരിലൊക്കെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ മംഗലാപുരത്തും നടന്നത്. അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം യുവാവ് കേരളത്തിലെ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സ്വദേശിയാണ്. മാനസിക അസ്വസ്ഥമുള്ളൊരു യുവാവ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ ചെന്ന് വെള്ളം കുടിച്ചു എന്നതാണ് പേര്. മാത്രമല്ല, ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾ ചെയ്ത രീതി ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്.